പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഏറെക്കാലമായി വകുപ്പിൽ ജീവനക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഞാൻ മന്ത്രിയായ ശേഷവും എൻ്റെ ശ്രദ്ധയിൽ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു. എക്സൈസ് വകുപ്പിലെ പ്രിവൻറ്റീവ് ഓഫീസർ, അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കേഡറുകളിലെ ഗ്രേഡ് പ്രൊമോഷൻ കാലയളവ് നിലവിൽ 15 വർഷവും 22 വർഷവുമാണ്. ഇത് 12, 20 എന്നിങ്ങനെയാക്കി പോലീസിന് സമാനമായ, പോലീസ് വകുപ്പിലുള്ളതിന് സമാനമായ രീതിയിലാക്കണം എന്നത് ദീർഘകാലത്തെ ഒരാവശ്യമാണ്. അതിൽ സർക്കാരിൻ്റെ തീരുമാനമറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാവും എന്നെനിക്കറിയാം. പോലീസ് വകുപ്പിലെ തസ്തികൾക്ക് സമാനമായി യഥാക്രമം പ്രിവൻറ്റീവ് ഓഫീസർ 12 വർഷവും അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ 20 വർഷവുമായി നിജപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ 25 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് പ്രൊമോഷൻ ലഭിക്കും. ഇതിന് സമാനമായി എക്സൈസ് വകുപ്പിലെ ഡ്രൈവർമാർക്കും 12 വർഷമാകുമ്പോൾ പ്രിവൻറ്റീവ് ഓഫീസർ ഡ്രൈവർ, 20 വർഷമാകുമ്പോൾ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ, 25 വർഷമാകുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ എന്ന രീതിയിൽ ഗ്രേഡ് പ്രൊമോഷൻ നൽകുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കാനുള്ള ഉചിതമായ വേദിയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സർക്കാർ എക്സൈസിനെ ശക്തിപ്പെടുത്താനുള്ള സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ, ലഹരിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെ നമുക്കിന്ന് അഴിച്ചുവിടേണ്ടതുണ്ട്. ആ യുദ്ധത്തിൻ്റെ മുന്നണിപ്പടയാണ് എക്സൈസ് സേന. നാം ഇന്ന് നല്ല നിലയിൽ എക്സൈസിലെ ജീവനക്കാർ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ഒറ്റക്കെട്ടായി, കൂടുതൽ കരുത്തോടെ നമുക്ക് മയക്കുമരുന്നിൻ്റെ സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അതിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.